ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഫാമിലി ആയിട്ട് ഞങ്ങളൊന്ന് കാലിക്കറ്റ് വരെ പോവാന്ന് കേട്ടാ. അങ്ങനെ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഒന്നല്ല, ഇത് ഏകദേശം ഒരു 3 3:30 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടാ. എപ്പോഴും പറയുന്ന പോലെ തന്നെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിന്, ഇറങ്ങുമ്പോൾ ലേറ്റ് ആയി പോയിട്ടാ. ഇതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ചുമയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പോൾ ഞങ്ങൾ വണ്ടി 2 കാറിലാണ് കേട്ടോ പോകുന്നുള്ളത്. എന്തിനാ പോകുന്നതെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ കുറച്ച് ചെറിയ ബിസി എല്ലാം ആയിപ്പോയി. പിന്നെ എഡിറ്റിങ്ങും അപ്ലോഡെല്ലാം ചെയ്യാനെല്ലാം ആയിട്ട് അങ്ങനെ ലേറ്റ് ആയി പോയതാണ്. ഞാനും റഷ്യയും ഒരു കാറിലാണ്. എൻ്റെ ഫാമിലി ബ്രദറും വൈഫും ഉമ്മയും വേറൊരു കാറിൽ ഇന്നോവയിലാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ മാഹിയിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് പോകുമ്പോൾ എങ്ങനെയായാലും ഞങ്ങൾ മാഹിന്ന് എണ്ണ അടിച്ചിട്ടാണ് പോവാറ്. അങ്ങനെ ഇവിടെ വന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എപ്പോഴും സാധാരണ തിരക്ക് തന്നെയാണ്. അങ്ങനെ അങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയ തട്ടുകട റോഡ് സൈഡിൽ ചായ കടി അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എന്തെങ്കിലും ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഞങ്ങൾ മുട്ട പപ്സും പരിപ്പടിയും പിന്നെ മുട്ട പൊരിച്ചതുണ്ടാവില്ലേ, അത് വന്നിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഹംദക്ക് മുട്ട പൊരിച്ച വേണം എന്നിട്ട് അത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് കോഴിക്കോട് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റർ നുച്ച നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവളെ കൂട്ടാനാണ് കേട്ടോ അപ്പോൾ എന്നുള്ളത്. പിന്നെ 2 വണ്ടീൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവർ 3 പേരുണ്ട്. പിന്നെ അത്യാവശ്യം ലഗേജും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും 2 വണ്ടി വേണം. ഒരു വണ്ടി പിന്നെ ഡ്രൈവർ മാത്രമായിട്ട് പോകേണ്ടി വരും. അപ്പോൾ അതൊരു രസമില്ല എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി രാവിലെ ഇറങ്ങാം. എന്നിട്ട് എല്ലാവരും കോഴിക്കോട് ഫുള്ള് കറങ്ങിയിട്ടെല്ലാം തിരിച്ച് പോകാമെന്നെല്ലാം പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ലേറ്റ് ആയിപ്പോയി. ഓളൊരു പുലർച്ചെ 2 മണി ആ ഒരു ടൈമിലാണ് ഇറങ്ങുന്നുള്ളത്. അപ്പോൾ നമ്മളാണെങ്കിൽ നേരത്തെ ഇറങ്ങുകയും ചെയ്ത് എല്ലാവരും പോകാമെന്നും പറഞ്ഞ് നോക്കുമ്പോൾ ലേറ്റ് ആയിപ്പോയി. അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. എവിടെ എത്തും അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ജ്യൂസില്ലേ, ഇളനീർ ഷേക്ക്, അത് എപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ അത് കുടിക്കാണ്ട് പോകില്ല കേട്ടോ. ഓപ്പൺ ആണെങ്കിൽ എന്തായാലും കുടിച്ചിട്ടേ പോകുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ബീച്ചിലും മാളിലെല്ലാം പോകണം എന്നെല്ലാം വിചാരിച്ചിരുന്നേ. അങ്ങനെ എവിടെയും പോയിട്ടില്ല. ലാസ്റ്റ് പോകുന്ന വഴിക്ക് സൂഡിയോ കണ്ടിട്ട് അവിടെ കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നമുക്കിനിയും ഒരുപാട് ടൈമുണ്ട്. 2 മണി വരെ നമ്മളിങ്ങനെ കറങ്ങി നടക്കണം. അങ്ങനെ ജസ്റ്റ് കയറിയിട്ടുണ്ട്. ഇവിടെ വന്നേരം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ.
എല്ലാ സൈസും അവൈലബിൾ ആണ്. പിന്നെ പിന്നെയാണെങ്കിൽ എടുക്കുന്നില്ലെങ്കിലും നമ്മളിങ്ങനെ നോക്കൂലേ, അത് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ജസ്റ്റ് എല്ലാം നോക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഒരു 12, 15 വയസ്സ് ആ ഒരു ഏജിലുള്ള കുട്ടികളുണ്ടാവില്ലേ, അവർക്ക് പറ്റിയ വെസ്റ്റേൺ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് അത് ഓക്കെ ആവില്ലല്ലോ, ഷോർട്ട് ടോപ്പും അങ്ങനെയെല്ലാം ആയിട്ട്. അതിൻ്റെ ഒരു ലോകം തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ചെരുപ്പാണെങ്കിൽ എല്ലാ സൈസും അവൈലബിൾ ആണ്. പിന്നെ കുറേ മോഡലുണ്ട് ഇങ്ങനെ. ഇതിൽ നിന്ന് ഞാൻ ഒന്ന് സെലക്ട് ആക്കിന് കേട്ടോ. ചെരുപ്പിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതവിടെ പോയാലേ മനസ്സിലാവും. കുറേ മോഡലുണ്ട്. അവിടെ പോയ ഏതാ എടുക്കണ്ടേന്ന് കൺഫ്യൂഷൻ ആവൂലേ, അങ്ങനെയാണ്. അങ്ങനെ ഹംദക്കും റഷീക്കും നോക്കാൻ നിന്ന്. ഞാൻ താഴെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, ചെരുപ്പ് മാത്രമേ എടുക്കാമെന്ന് വിചാരിച്ച്. മുകളിൽ ഹംദക്ക് 1, 2 ഡ്രസ്സ് നോക്കീന് കേട്ടോ. പിന്നെ ഈ ജെൻസിൻ്റെ ടീഷർട്ട് ഉണ്ടാവില്ലേ, ഒരു 5 സ്ലീവ് ലൂസായിട്ട് വരുന്നത്, അത് ഞാനൊന്ന് എടുത്തിട്ടുണ്ടേനു. നമ്മളെ ജെൻസിൻ്റെ ആകുമ്പോൾ നമുക്ക് ലൂസായിട്ട് നല്ല കറക്റ്റ് സൈസ് കിട്ടും. പിന്നെ ഹംദക്കാണെങ്കിൽ ഇപ്പോൾ എന്ത് യൂണിക്കോൺ കണ്ടാലും അത് വേണം കേട്ടോ, ആ ഡ്രസ്സ് തന്നെ എടുക്കണം. അവളെല്ലാം ഇങ്ങനെ എടുത്തിടുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഫുൾ പിങ്കേ ഉണ്ടാവും, ഒക്കെ ഫുൾ പിങ്ക് യൂണിക്കോണ്. അതാണ് കേട്ടോ. ഇങ്ങനെ എന്താ ഈ ഒരു പാൻറ്റും
വേറൊരു ഷർട്ടും എടുത്തിട്ടുണ്ട് അവൾക്ക്. പിന്നെ വേറെയും ടീഷർട്ടും സെറ്റെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ കുറേ നേരം നിന്ന് ലാസ്റ്റ് കുറേ ഡ്രസ്സൊക്കെ എടുത്ത് ഇത് ഏകദേശം ക്ലോസ് ചെയ്യാൻ ആ ഒരു ടൈമായാലും നമ്മൾ ബില്ലെല്ലാം ചെയ്ത് തിരിച്ച് പോവാണ്. അങ്ങനെ കാറിലെത്തിയിട്ട് ഞാൻ ഈ ബില്ലൊന്ന് ചെക്ക് ചെയ്ത് എമൗണ്ട് കൂടുതലുള്ള പോലെ അങ്ങനെ ഞാൻ പറഞ്ഞ് കുറച്ച് കൂടുതലുള്ള പോലെ ഉണ്ട്. ഞാൻ ഫുള്ള് കണക്ക് കൂട്ടി കാറിനിങ്ങനെ ചെക്ക് ചെയ്തിട്ട് എങ്ങനെ കണക്ക് കൂട്ടിയിട്ടും എനിക്ക് ഓക്കെ ആകുന്നില്ല. അപ്പോൾ റഷീനോട് ഇങ്ങനെ പറയുന്നുണ്ട് കൂടുതലുണ്ട്. അന്നേരം പറഞ്ഞ് കൂടുതലൊന്നുമില്ല, വാങ്ങിയ സാധനം തന്നെയാണ് അങ്ങനെയെല്ലാം പറഞ്ഞ്. ലാസ്റ്റ് വീട്ടിലെത്തിയതില്ലേ ശരിക്കും നോക്കുമ്പോൾ അത് മനസ്സിലായിന് അവർ ഒരു സാധനം തന്നെ 2 പ്രാവശ്യവും ബില്ല് ചെയ്തിട്ടുണ്ട്, പ്രൈസ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ബില്ലിനാണെങ്കിൽ കോണ്ടാക്റ്റ് നമ്പറില്ല, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നെറ്റിലെല്ലാം സെർച്ച് ചെയ്ത് ലാസ്റ്റ് കാലിക്കറ്റുള്ള ഒരു സ്റ്റുഡിയോയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ നമ്പർ വാങ്ങി മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് ഒരു റെസ്പോൺസും ഇല്ല കേട്ടോ. ഒന്നും തിരിച്ചൊരു റിപ്ലൈ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഈ സമയം വരെ ഒന്നും ഉണ്ടായിട്ടില്ല. അതങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ സ്റ്റുഡിയോയിലോ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ടാകുമ്പോൾ കറക്റ്റ് ഒന്ന് ബില്ല് ചെക്ക് ചെയ്യുക. സ്റ്റുഡിയോ കയറുന്ന വരെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലേനു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായി. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെല്ലാം പോകണം എന്നെല്ലാം വിചാരിച്ചിരുന്നു. ഒന്നും നടന്നിട്ടില്ല കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ അങ്ങനെ മഴയേനു. ബീച്ചിലാണെങ്കിൽ ആ മഴയത്തും കുറേ തട്ടുകടയും എല്ലാ ഷോപ്പും ഓപ്പൺ ആണ് കേട്ടോ. എല്ലാം ഫുള്ളും ആളും തിരക്കും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ഇറങ്ങാൻ വേണ്ടി കുടയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. പിന്നെ നേരെ ഇനി ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് നോക്കി നടക്കലാണ്. അല്ല ഒന്നും വന്നാലല്ല പറയണ്ടേ. അതുകൊണ്ടല്ലേ അങ്ങനെ പിടിച്ച വരൂ. ഞാൻ പിടിച്ചത് ഇങ്ങനെ അത് യെല്ലോൻ്റെ എന്തോ പ്രത്യേകത. അതെന്തോ സെറ്റിങ്സിൽ എന്തോ ചെയ്ത് വെച്ച് ഒരിക്കൽ വരും വാശിയേറിയ കളികളാണ്. അപ്പൊ ഓടിക്കോ ഇയാളെ മോനെ ഇറങ്ങിക്കോ. എങ്ങനെ പോയാലും എങ്ങനെ പോയാലും എൻ്റെ ഒന്ന് പോകും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ഫുഡെല്ലാം ഓക്കെയാണ്. ഈ ഒരു സെറ്റ് അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു വാട്ടർമെലൺ ജ്യൂസ് എക്സ്ട്രാ കിട്ടും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് പിന്നെ ഞാനൊരു കുനാഫയില്ലേ പാഴ്സലായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്കാണ്. അപ്പോൾ അവിടെ കാറ് വെച്ചിട്ട് കിടന്നുറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു 2 മണി 2:30 ആ ഒരു ടൈം വരെ.
അപ്പം വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങുന്നതാണ്. അങ്ങനെ ഞങ്ങൾ 2:30 ഒരു 3 മണിക്കൂറോളം കാറ് പാർക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങി കേട്ടോ എല്ലാവരും. വേറെ വഴിയൊന്നുമില്ല, നമ്മളാണെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്ത്. അങ്ങനെ ടൈം ആയേരം അവൾ ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വിളിച്ചു തരാം ഞങ്ങൾ എയർപോർട്ടിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഹംദ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബലൂണാണ് കേട്ടോ, നാഫിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ഇത് എൻ്റെ ബ്രദർ ഉജുവിൻ്റെ വെഡിങ് ആനിവേഴ്സറിൻ്റെ ബലൂൺ ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് ഓള് വന്നീനു. നമ്മൾ വിചാരിച്ച് അതവിടെ എത്തുമ്പോഴേക്കും പൊട്ടിപ്പോവും, പക്ഷെ പൊട്ടാണ്ട് ഓള് കൊണ്ടുവന്നിട്ടാ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ലഗേജെല്ലാം എടുത്തിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ഒരു കോഫിയെല്ലാം, ഞാനല്ല ഞങ്ങളെല്ലാവരും കോഫിയും ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ സ്ഥിരമായിട്ട് ചായയും കാപ്പിയൊന്നും കുടിക്കലില്ല, ഞാൻ വ്ളോഗിൽ പറയാറുണ്ട്. ഇത് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉറക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു 8 മണി ആ ഒരു ടൈമിലേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ പോകുമ്പോൾ ഫുഡ് വാങ്ങിയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ വീട്ടിൽ പോയിട്ട് ആക്കാനൊന്നും എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടാവില്ലേ. അതിൻ്റെ വീഡിയോ ഒന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല. ഇത് പിന്നെ രാത്രിക്കാണ് ഞങ്ങൾ പെട്ടി ഓട്ടിക്കലും അങ്ങനെ ഒരു ചെറിയ ക്ലിപ്പ് മാത്രം ഞാൻ എടുത്തതാണ്. ഇന്നത്തെ ഒരു വ്ളോഗ് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല അടിപൊളി വ്ളോഗും വീഡിയോസ് എല്ലാം ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു, ബൈ.